വർഷങ്ങൾ നീണ്ട ആസൂത്രണം, ചാരപ്രവർത്തനം, അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം, ഇതൊക്കെ കൂടിച്ചേർന്നാണ് അത്തരത്തിലുള്ളൊരു പദ്ധതിയിലൂടെയാണ് ആയത്തുള്ള അലി ഖമേനിയെ കൊന്നുകളഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം വധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതാണ് ഇസ്രയേലിന്റെ യുദ്ധങ്ങളുടെ എല്ലാം വിജയം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇസ്രയേല് ഹെസ്ബള്ള തലവൻ ഹസൻ നസറുള്ളയെ കൊന്നത് പേജറുകളൊക്കെ പൊട്ടിത്തെറിച്ച്, അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ഹെസ്ബള്ള നേതാക്കന്മാരും മരിച്ചത്. കാരണം അതിലേക്ക് തന്നെ നുഴഞ്ഞു കയറി ഹാക്ക് ചെയ്ത്, സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത്, അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കുകൾ എല്ലാം ഹാക്ക് ചെയ്തിരുന്നു. ഇവിടെ ഈ പ്രാവശ്യം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചത് ഒന്നിലധികം, ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന തയ്യാറെടുപ്പുകളിലൂടെ ആദ്യമായിട്ട് ടെഹ്റാനിലെ മുഴുവൻ ട്രാഫിക് ക്യാമറകളും ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പൊ കേരളത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാഫിക് ക്യാമറയിൽ AI ക്യാമറ വെക്കുന്നു എന്ന് പറയുമ്പോൾ പേടിക്കണം. കേരളത്തിലെ പിണറായിയുടെ ഒക്കെ ഏത് ചലനവും ഇസ്രായേലിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വേറൊരു ഭാഗത്തോ ഇരുന്ന ആർക്കെങ്കിലും കാണുകയോ കൃത്യമായിട്ട് ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയോ ചെയ്യാൻ ഇത് മതി. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ഇറാന്റെ സിസ്റ്റത്തിലേക്ക് മുഴുവൻ മൊസാദ് നുഴഞ്ഞു കയറിയിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ട്രാഫിക് മാനേജ്മെന്റ്, ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട് ടെലവീവിൽ ഇരുന്നിട്ട് എന്താണ് ടെഹ്റാനിൽ സംഭവിക്കുന്നതെന്ന് ഓരോ നിമിഷവും അവർ മനസ്സിലാക്കി. പ്രത്യേകിച്ചും ഖമനേയി താമസിക്കുന്ന ആ പ്രദേശത്തെ ട്രാഫിക് ക്യാമറകൾ മുഴുവൻ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ സെക്യൂരിറ്റി ക്യാമറകൾ മുഴുവൻ അത് മൊസാദ് ഹാക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഹാക്ക് ചെയ്ത ഈ ക്യാമറകളിൽ നിന്നും ലഭിച്ച വിഷ്വൽസും മറ്റ് ഇൻഫർമേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടു കൂടി പ്രോസസ്സ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കാര്യം പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്ന, ആന്ത്രോപിക് എന്ന് പറയുന്ന അമേരിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി, അവരെ അതിശക്തമായ പ്രതിഷേധം പെൻറ്റഗണെ അറിയിച്ചിരുന്നു. കാരണം പെൻറ്റഗൺ അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ഈ വെനിസ്വേലയിലൊക്കെ ആക്രമണം നടത്തിയത്. അതിനെ തുടർന്ന് അങ്ങനെ ഒരു പ്രതിഷേധം ആന്ത്രോപിക്കിനുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള എല്ലാ കരാറും റദ്ദാക്കും, അവർക്കിനി അമേരിക്കയിൽ ബിസിനസ് കിട്ടില്ല എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്ന് അവര് പെൻറ്റഗണിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വഴങ്ങിയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അത് തന്നെ ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത. ഇവിടെ വെറുതെ കുറച്ച് വസ്തുതകൾ മാത്രം നമ്മൾ ചോർത്തിക്കൊണ്ട് ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ക്യാമറകൾ ഉപയോഗിച്ച് എന്താണ് ടെഹ്റാനിൽ നടക്കുന്നതെന്ന്, ഖമനേയി അതുവഴിയാണ് നീങ്ങുന്നത്, അങ്ങോട്ട് ഡ്രോൺ അയക്കൂ എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കത്തില്ല. അവിടെ ചെയ്തത് അതീവ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി ഖമനേയി എന്ന വ്യക്തിയുടെ ജീവിതചര്യ റീക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം എപ്പോഴാണ് ഉറങ്ങുന്നത്, എപ്പോഴാണ് ഉണരുന്നത്, എപ്പോഴാണ് ഓഫീസിലെത്തുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഈ ക്യാമറകൾ വഴി ലഭിക്കുന്ന, ആ ക്യാമറകൾ വഴി ഒരു മില്യൺസ് ഓഫ് ബൈറ്റ് ഡേറ്റയാണ് കിട്ടുന്നത്. ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചത്. അപ്പോൾ ഖമനേയിയുടെ കാവൽക്കാരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് പോലും ഇസ്രായേൽ മനസ്സിലാക്കി. അതായത് ഇപ്പം ഗൗതം ഒരു നേതാവാണെന്നിരിക്കട്ടെ, ഗൗതമിന്റെ ചുറ്റും നിൽക്കുന്ന ബോഡി ഗാർഡ്സിന്റെ പ്രത്യേകതകൾ ആദ്യം തിരിച്ചറിയും. ബോഡി ഗാർഡ്സ് നിങ്ങളുടെ ഷിഫ്റ്റുകൾ അനുസരിച്ചാണ് അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ആ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് മനസ്സിലാക്കും. ബോഡി ഗാർഡിന്റെ വീടുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കും. അവരുടെ കുടുംബ സാഹചര്യങ്ങളും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രോഗങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ആ രീതിയിൽ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഇത് മാത്രവുമല്ല, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇസ്രായേൽ ചെയ്തത്, ഈ ഖമനേയി കൊല്ലപ്പെടുന്നത് ഒരു സാധാരണഗതിയിൽ നമ്മൾ അന്ന് ചർച്ച ചെയ്താണ്, രാത്രിയിലാണ് ഇസ്രായേൽ എല്ലാ ആക്രമണങ്ങളും നടത്തിയിരുന്നത്. പക്ഷെ ഇവിടെ പകൽ ആക്രമണം നടത്താൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്,
ഈ ഖമനയുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് അവിടെ ചില സെക്യൂരിറ്റിയിൽ ചില പഴുതുകളുണ്ട്. ആ സെക്യൂരിറ്റിയിലെ പഴുതുകളാണ് ഇസ്രായേലിനെ അമേരിക്കയും പകൽ സമയത്ത് അവിടെ ആക്രമണം നടത്താനായിട്ട് പ്രേരിപ്പിച്ചത്. പിന്നെ അതും കൂടാതെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം കാറിലേക്ക് കയറുന്ന സമയത്ത് ഓരോ സമയത്തും എവിടെയാണ് സെക്യൂരിറ്റിയിൽ പഴുതുകൾ സംഭവിക്കുന്നത്. അവര് ദിവസങ്ങളോളം പഠിച്ചു. ഇപ്പോൾ ഒരു ദിവസം സെക്യൂരിറ്റിയിൽ പഴുത് സംഭവിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും സംഭവിക്കണമെന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി. അങ്ങനെ എല്ലാ ദിവസവും ഒരു പാറ്റേൺ അതിൽ കണ്ടെത്തി. അതായത് ഖമനയുടെ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ, അദ്ദേഹത്തിന്റെ ദിനചര്യകളുടെ ഒരു പാറ്റേൺ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ആക്രമണത്തെ പദ്ധതിയെ മുഴുവൻ പ്ലാൻ ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇറാന്റെ നേതൃത്വ നിരയെ എങ്ങനെ ഇസ്രായേൽ തുടച്ചു നീക്കി എന്നുള്ളത്, അല്ലെങ്കിൽ ഹമാസിന്റെ നേതൃനിരയെ എങ്ങനെ തുടച്ചു നീക്കി, അതല്ലെങ്കിൽ ഹെസ്ബള്ളയുടെ നേതൃനിരയെ എങ്ങനെ തുടച്ചു നീക്കി, ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ ആദ്യമായിട്ട് ചാരന്മാർ സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നു, അവിടെ ഉപകരണങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത ഡാറ്റയാണ്. മനുഷ്യൻ ഒരിക്കലും ആ ഡാറ്റ വിശകലനം ചെയ്യാൻ പറ്റില്ല. ആ വിശകലനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടത്തും. അങ്ങനെ നടത്തിയിട്ട് അവർ മറ്റ് വ്യക്തിയുടെ പാറ്റേണുകൾ, ജീവിതത്തിൻ്റെ പാറ്റേൺ തിരിച്ചറിയുന്നു. ആ പാറ്റേൺ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൃത്യമായ രീതിയിൽ ആ വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകുന്നു. ഈ വാർത്തകൾ അനുസരിച്ച് ആക്രമണത്തിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഖമനയുടെ സെക്യൂരിറ്റി, അതുപോലെ ഇറാൻ റവല്യൂഷണറി, ഈ ഖമനയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഓഫ് ഇറാൻ, ഇവരുടെ എല്ലാം മൊബൈൽ ഫോണുകളും മറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എൻഗേജ്ഡ് ടോൺ മാത്രമേ കേൾപ്പിക്കുന്നുള്ളായിരുന്നു 1 മണിക്കൂർ. അതായത് അവരുടെ ഫോണുകളിൽ നിന്നും ഒരു തരത്തിലും ആരെങ്കിലും ഇത്തരം ഒരു അപകടം നടക്കാൻ പോകുന്നു എന്നൊരു സൂചന ഖമനയുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ മൊബൈൽ നെറ്റ്വർക്കുകൾ കംപ്ലീറ്റ്ലി ജാം ആവുകയും ആര് ആ നെറ്റ്വർക്കിലേക്ക് ഒരു കോൾ ചെയ്താലും അവിടെ എൻഗേജ്ഡ് ടോൺ മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പം ഈ രീതിയിൽ നെറ്റ്വർക്കുകൾ മുഴുവൻ ജാം ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് തന്നെ AI ഉപയോഗിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം ഒടുവിൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പഴുതില്ലാത്ത, അതായത് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഖമനയി രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതുപോലും തള്ളിക്കളഞ്ഞു. പലതരത്തിലുള്ള ആക്രമണ പദ്ധതികൾ ഒരേ സമയം, അതായത് ഒരു പ്ലാൻ പരാജയപ്പെട്ടാൽ പ്ലാൻ ബി അവിടെ ഉണ്ടാകും, ആ പ്ലാൻ ബി പരാജയപ്പെട്ടാൽ പ്ലാൻ സി ഉണ്ടാകും. ഈ 1 മണിക്കൂറിനുള്ളിൽ ഒരു വ്യക്തിയെ തീർക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തി എവിടേക്ക് പോയാലും അവിടെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് AI പല പോസിബിലിറ്റീസും ആലോചിക്കും. ഈ വ്യക്തി ആക്രമണത്തിന് വിധേയമായാൽ ഈ വ്യക്തി എങ്ങോട്ടേക്കായിരിക്കും രക്ഷപ്പെടുന്നത്, അത് ആദ്യമായിട്ട് തിരിച്ചറിയും. ആ രക്ഷപ്പെടാൻ പോകുന്ന ആ വഴികളെല്ലാം തന്നെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ടെഹ്റാനിൽ മാത്രമല്ല നടക്കാൻ, തിരുവനന്തപുരത്ത് നടക്കാം, ന്യൂഡൽഹിയിൽ നടക്കാം. മനസ്സിലായോ? അതായത് ഇത് ലോകത്തിന് മുഴുവൻ ഒരു പാഠമാണ്. വരാൻ പോകുന്ന യുദ്ധങ്ങളിൽ മിസൈലുകളും തോക്കുകളും ഡ്രോണുകളും ഒന്നും മാത്രമല്ല, അതൊക്കെ ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഭാഗമാണ്. മനുഷ്യബുദ്ധി അല്ല ഈ പ്ലാൻ തയ്യാറാക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ സാധ്യമല്ല. സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആണ് ഈ പദ്ധതികൾ തയ്യാറാകുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് ഒരു തരത്തിലും ഇതിനകത്തില് പഴുതുകളില്ല. എന്തായാലും ശരി, ഇത് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഒരു അപൂർവതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന യുദ്ധങ്ങൾ എങ്ങനെ ആയിരിക്കും, മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ഉള്ള വ്യക്തമായ ഒരു ദിശാസൂചികയാണ് ഖമനയ്ക്കെതിരെ നടന്ന വിജയകരമായ ആക്രമണം. ഇറാന്റെ മുഴുവൻ നേതൃത്വ നിരയും, അതോടൊപ്പം ഖമനയോടൊപ്പം 14 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനു മുമ്പ് 2020 തൊട്ട് ഖാസിം സുലൈമാനി തൊട്ട് കൊല്ലപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എല്ലാം ഈ തന്ത്രം ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലാണ് എക്സിക്യൂട്ട് ചെയ്ത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും
ഇറാന് ഇത് തടയിടാൻ പറ്റാത്തത് ഇറാനിന്റെ നേതൃത്വ നിരയുടെ പിന്നെന്താണ് ശേഷിക്കുറവോ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക ശേഷിക്കുറവും ഒക്കെയാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഈ ലോകത്തിലുള്ളത്. അതായത് ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും സാങ്കേതിക ശക്തിയുള്ള ആൾക്കാർ മാത്രമേ ഇനി ഈ ലോകത്തിൽ അവശേഷിക്കൂ. ബാക്കിയുള്ളവരൊക്കെ അവരുടെ അടിമകളായിട്ട് മാറും. കരഞ്ഞിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യം അങ്ങനെയാണ്. ലോകം മാറിക്കഴിഞ്ഞു, യുദ്ധങ്ങളുടെ ഗതിവിഗതികൾ മാറിക്കഴിഞ്ഞു. ഒളിച്ചിരുന്ന ശത്രുവിന്റെ കിണറ്റിൽ കൊണ്ട് വിഷം കലക്കുകയും പിന്നെ അല്ലെങ്കിൽ വീടിന് മുന്നിൽ കൊണ്ട് റീത്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന പ്രാകൃത ആക്രമണ മുറകളുടെ കാലം കഴിഞ്ഞു. അത്തരം ആൾക്കാരും ഇനി ശ്രദ്ധിക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആരൊക്കെയോ അവരെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതാണ് ഈ ഒരു ഖമനൈ വധത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്ര സാങ്കേതിക യുഗത്തിലെ യുദ്ധം. ഇത് ഹോളിവുഡ് മൂവിയല്ല, ഇത് യാഥാർത്ഥ്യമാണ്.